ഉന്നയിച്ച വിഷയങ്ങളുണ്ടായിരുന്നു. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകൾ തിരുത്തണമെന്നായിരുന്നു ഞങ്ങൾ പ്രാഥമികമായി ഇന്ന് ഉന്നയിച്ച കാര്യം. ഈ പ്രദേശത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിൽ അദ്ദേഹത്തിന് രാധജി മരിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ആ സമയത്താണത് ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. അത് മുമ്പാണ്, അത് അല്ല എന്നുള്ളത് ബോധ്യമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാധ്യമങ്ങൾക്ക് വന്ന അല്ലെങ്കിൽ UDFന്റെ ജാഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞതെന്നും പഞ്ചാരക്കൊല്ലിയുമായി കൂട്ടിയോജിപ്പിച്ച് മാധ്യമങ്ങൾ അത് ആ തരത്തിൽ വാർത്ത ചെയ്തതുകൊണ്ടാണ് അത്തരം ഒരു സാഹചര്യങ്ങൾ വന്നതും എന്നും അല്ലാതെ അദ്ദേഹം ഈ പ്രദേശത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ പ്രസ്താവനയും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാദേശികമായി ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികൾ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന് അത് ബോധ്യമുള്ള കാര്യമാണെന്നും അദ്ദേഹം ആ തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് അക്രമകാരിയായ കടുവയാണ് എന്ന് ഉച്ചയ്ക്ക് തന്നെ ഇതിന്റെ ഓർഡർ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ ഒരു RRT അംഗത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായതുകൊണ്ട് തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം തന്നെ, ആ സാഹചര്യത്തോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഇന്നലെ ADMുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ അവിടെ ഉയർന്നു വരികയും അദ്ദേഹം ആ തീരുമാനങ്ങൾ അതേപടി തന്നെ ദ്രുതഗതിയിൽ തന്നെ നടപ്പിലാക്കുമെന്നുള്ള ഒരു ഉറപ്പ് അത് ഉദ്യോഗസ്ഥന്മാർക്കും നിർദ്ദേശം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കൂട്ടിൽ പിടിച്ചാൽ ഇന്നലെ പറഞ്ഞ സാഹചര്യം തന്നെയാണുള്ളത്. കൂട്ടിൽ കയറുകയാണെങ്കിൽ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റുകയും, അതല്ലാത്ത സാഹചര്യത്തിൽ, കാരണം കൂടിനടുത്ത് പോലും കിട്ടിയാൽ പോലും വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഏത് കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റുന്ന പറഞ്ഞല്ലേ, കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റും.